ഞായറാഴ്ചയുടെ തിരക്കുകളിൽ നീങ്ങുന്ന നഗരത്തിലെ വൈകുന്നേരം പുതിയ ബസ് സ്റ്റാൻഡും തുണിക്കടകളും മറുവശത്ത് പ്രധാന റോഡും കടന്നുപോകുന്ന ഇടം. അവിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പുക ഉയർന്ന് തീജ്വാലയായി കത്തിപ്പടർന്നത്. സമയം വൈകിട്ട് 5:05. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ഫാഷൻ ബസാറിൽ നിന്ന് സ്ത്രീകളും യുവാക്കളുമടക്കം ഓടിയിറങ്ങുന്നത് കണ്ട വ്യാപാരികൾ കാര്യമറിയാതെ അമ്പരന്നു. പിന്നീടാണ് സമീപത്തെ വ്യാപാരികൾക്കും ചുമട്ടുതൊഴിലാളികൾക്കും ബസ് ജീവനക്കാർക്കും സംശയം തോന്നിയത്. ഒപ്പം ഏഡ് പോസ്റ്റിലെ ജീവനക്കാരനും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. അപ്പോഴേക്കും കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ പുക തീയായി പുറത്തേക്ക് ആളിക്കത്തി. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ തുണി ഗോഡൌൺ ആയിരുന്നതിനാൽ അതിവേഗം തീ കത്തിക്കയറി. ബസ് സ്റ്റാൻഡിലുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. യാത്രക്കാരെയും കച്ചവടക്കാരെയും മാറ്റി. ബസ്സുകൾ അകത്തേക്ക് കടക്കുവാൻ അനുവദിച്ചില്ല. രാജാജി റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. പരിസരത്താകെ കറുത്ത പുക ഇരുണ്ടുകൂടിയതോടെ തുണി കത്തിയ അസഹ്യമായ ദുർഗന്ധവും വ്യാപിച്ചു. സമയം 5:25 ആകുമ്പോഴേക്ക് അഗ്നിരക്ഷാ സേനയെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ കെട്ടിടത്തിനു ചുറ്റും താൽക്കാലിക നിർമ്മിതി ഉണ്ടായിരുന്നതിനാൽ വെള്ളം അകത്തെത്തിയില്ല. അപകട സാധ്യത മുൻകൂട്ടി കണ്ട പോലീസ് കാഴ്ചക്കാരായി നിന്ന ജനങ്ങളെ സ്ഥലത്തു നിന്ന് മാറ്റി. ശ്രമങ്ങൾ വിഫലമായതോടെ കൂടുതൽ യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തേക്കെത്തി. നിമിഷങ്ങൾക്കകം ഷീറ്റുകൾ കത്തിയമർന്നു. ബോർഡുകൾ കത്തി നിലത്ത് പതിച്ചു. സമയം 6:50 ആകുമ്പോഴേക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എഞ്ചിനെത്തി തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. 9 മണി പിന്നിട്ടതോടെ തീയുടെ ശക്തി കുറഞ്ഞു. 10:30യോടെ തീ നിയന്ത്രണ വിധേയമാക്കി. 10 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. മന്ത്രി എ കെ ശശീന്ദ്രൻ, തോട്ടത്തിൽ രവീന്ദ്രൻ എം.എൽ.എ, മേയർ ബീന ഫിലിപ്പ്, കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, IG രാജുപാൽ മീണ, സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, ജില്ലാ അഗ്നിരക്ഷാ സേനാ മേധാവി KM അഷറഫ് അലി എന്നിവർ സംഭവസ്ഥലത്തെത്തി. അതേസമയം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം സംബന്ധിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് ചീഫ് സെക്രട്ടറി A ജയതിലക് നിർദ്ദേശം നൽകി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുവാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അഗ്നിശമന സേനയും കെട്ടിടത്തിൽ വിശദ പരിശോധന നടത്തി. അശാസ്ത്രീയമായ നിർമ്മാണം തീ ആളിപ്പടരുവാൻ കാരണമായെന്നാണ് അഗ്നിശമന സേനയുടെ കണ്ടെത്തൽ. അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹത കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തത വരണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരണമെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. 8 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പോലീസിന്റെ പ്രാഥമിക കണക്ക്. എന്നാൽ 75 കോടിയിലധികം നഷ്ടമുണ്ടായതായാണ് വ്യാപാരികൾ പറയുന്നത്. ഒരാഴ്ചത്തേക്ക് താഴത്തെ നിലയിലെ കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കരുതെന്നും പോലീസ് കച്ചവടക്കാർക്ക് നിർദ്ദേശം നൽകി. തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 5-ാം മണിക്കൂറിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും തുണി ഗോഡൌണിലെ തീ പുലർച്ചെ 3 മണിക്കാണ് പൂർണ്ണമായും കെടുത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ക്രാഷ് ടെഡറും ടോപ്പ് പമ്പിങ്ങുമാണ് തീ കെടുത്തുവാൻ സഹായകരമായത്. ഇപ്പോൾ നിലവിൽ തീ ഏകദേശം പൂർണ്ണമായും അണച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനു ശേഷം നമ്മൾ ബില്ലിംഗ് ഒന്ന് പരിശോധിച്ചിട്ട് എന്തെങ്കിലും അപകടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിലവിൽ 15 യൂണിറ്റ് കോഴിക്കോടും അതുപോലെ മലപ്പുറം തീ നിയന്ത്രണമായിട്ടും വിധേയമായിട്ടുണ്ട് പൂർണ്ണമായും. ഇവിടുത്തെ കാരണം നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ പ്രാധാന്യപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തീ എങ്ങനെയെങ്കിലും കെടുത്തുക എന്നുള്ളതാണ്. 4 മണിക്ക് തുടങ്ങി 2 മണിയോളായി. ഇല്ല, ഒരു 10 മണിയായപ്പോഴേക്കും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ളത് കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 95% കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ഡബ്ല്യൂസും കാര്യങ്ങളും ഇഗ്നേറ്റ് ചെയ്യുന്നതാണ്. ആദ്യമേ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും. അത്രയും മെറ്റീരിയൽസ് ഉണ്ടല്ലോ, സ്റ്റോക്ക് ഉണ്ടല്ലോ, സ്റ്റോക്ക് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ എല്ലാം സെപ്പറേറ്റ് റൂമുകളാണ്. ഒറ്റ ഹോളിലെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പല പല റൂമുകളിലാണ്. സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പർട്ടിക്കുലറായിട്ട് എല്ലാവർക്കും അപകടമൊന്നുമില്ല. 34 വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്, OT ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ്, ഏവിയേഷൻ, പ്രീ പ്രൈമറി TTC, ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ MBA, BBA, MCom, BCom, +2 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി.